ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ അണക്കെട്ട് തകർന്ന് 4 പേർ മരിച്ചു. ചെറിയ അണക്കെട്ടായ ലൂത്തിയ ഡാമിന്റെ ഒരു ഭാഗം തകരുകയായിരുന്നു. അപകടത്തിൽ 3 പേരെ കാണാതായിട്ടുണ്ട്. അജീഷ് കുമാർ ഡൽഹിയിൽ ചെയ്യുന്നു. അജീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ അണക്കെട്ടിന്റെ ചെറിയ ഭാഗമാണെങ്കിലും തകരാൻ കാരണം? കാലപ്പഴക്കമാണോ? മരിച്ചവർ സമീപത്തുള്ളവരായിരുന്നു? എങ്ങനെ മരിച്ചു? സുഹേല, ഇന്നലെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ ഒഡീഷ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സമീപ സംസ്ഥാനങ്ങളിലൊക്കെ അതിതീവ്ര മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറായിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴയിൽ ഈ ബൽറാംപൂർ ജില്ലയിലെ ധനേഷ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ലൂത്തിയ അണക്കെട്ടിലെ ഒരു ഭാഗം തകരുകയായിരുന്നു. ഈ വെള്ളം എത്തിയത് അടുത്തുള്ള ഈ ഗ്രാമത്തിലേക്കാണ്. ഈ ഗ്രാമത്തിലുണ്ടായിരുന്നവരാണ് ഈ മരിച്ച 4 പേരും. 2 പേരുടെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ കിട്ടി. 2 പേരുടെ മൃതദേഹം രാവിലെയാണ് കിട്ടിയത്. 3 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 40 വർഷം പഴക്കമുള്ള ഒരു ചെറിയ അണക്കെട്ടാണ് ഇത്. അങ്ങനെ കാലപ്പഴക്കം കൊണ്ടും ശക്തമായിട്ടുള്ള മഴയും വെള്ളത്തിന്റെ ഒഴുക്കും കൊണ്ടാണ് ഡാം തകർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉത്തരേന്ത്യയിലടക്കം തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പേരാണ് മരിച്ചത്. കൂടുതൽ പേർ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. അജീഷാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ യുവാവ് ബൈക്ക് ഓടിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് യുവാവ് ഇന്നലെ ബൈക്ക് ഓടിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ യുവാവ് ബൈക്ക് ഉപേക്ഷിച്ച് താക്കോലുമായി മുങ്ങി. ആൻമരിയ സണ്ണി കൊച്ചിയിൽ ചെന്നു. ആൻമരിയ, റോട്ടിൽ വാഹനം ഓടിച്ച് മടുത്തതിനെ തുടർന്നാണോ ആള് പ്ലാറ്റ്ഫോമിലെത്തിയത്? വാഹനം എന്തായാലും അവിടെയുണ്ട്, നമ്പർ പ്ലേറ്റ് ഉണ്ടാകും. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രേക്ഷക ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്ലാറ്റ്ഫോമിലൂടെ കുതിച്ചു പായുകയായിരുന്നു ഒരു ബൈക്ക്. എന്തായാലും വലിയ ധൈര്യം അയാൾക്കുണ്ടായിരുന്നില്ല. പോലീസ് എത്തിയതോടെ ബൈക്ക് അവിടെ ഇട്ട് താക്കോലുമായി മുങ്ങി. അങ്ങനെ തൊണ്ടിയായി ബൈക്ക് അവിടെ തന്നെയുണ്ട്. ആ ബൈക്ക് ഓടിച്ച ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. റോഡിൽ ഓടിച്ചു മടുത്തായിരിക്കണം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. വല്ലാത്ത വികൃതിയാണ്, സാഹസമാണ്. എന്തായാലും ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ്. കടുത്ത നടപടി ഉണ്ടാകണം. ആൻമരിയ സണ്ണി നമ്മോടൊപ്പം ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആൻമരിയ, ബൈക്ക് അവിടെയുണ്ട്, നമ്പർ സ്വാഭാവികമായി അതിലുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏകദേശം ഒരു 4:10 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള അജ്മലാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള 2ാം പ്ലാറ്റ്ഫോമിലൂടെ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിക്കുന്നത്. ഒരു BMW ബൈക്കാണ് ഓടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അജ്മൽ ഈ ബൈക്കുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഈ 2ാം പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. അതിനുശേഷം ഈ ഒരു ട്രെയിൻ വരുന്നത് കണ്ടുകൊണ്ടാണ് അജ്മൽ ഈ ബൈക്കുമായിട്ട് മുൻപോട്ട് പോകുന്നത്. ഇതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും അജ്മലിന്റെ പുറകെ ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. ഈ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം ആ ഭാഗത്തേക്ക് ഓടിയെത്തുന്നു എന്ന് കണ്ടുകൊണ്ട് അജ്മൽ ഈ താക്കോൽ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടുന്ന് കടന്നു കളയുകയായിരുന്നു. ഈ അജ്മലിനെ അന്വേഷിച്ച് പോലീസ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. പോലീസ് വിവിധ, അതായത് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് നമ്മൾ രാവിലെ ആ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കേരള പോലീസ് മാത്രമല്ല, ഈ റെയിൽവേയുടെ പരാതിയിൽ RPF നിലവിൽ ഈ യുവാവിനെതിരെ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള അജ്മലിനെതിരെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇയാൾ എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ബൈക്ക് എത്തിച്ചത്? അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇവരെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടെന്ന രീതിയിലാണ്. ആദ്യഘട്ടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിലേക്ക് ഇത് പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അജ്മൽ 4:10 ഏകദേശം ഒരു വെളുപ്പിന സമയത്താണ്, ഈ സമയത്തോടു കൂടിയാണ് ഉള്ളിലേക്ക് കടന്നു വന്നത് എന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റെയിൽവേയും പറയുന്നത്. പിന്നീട് ആദ്യം ഈ ഇവരെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് ഓടിക്കൊണ്ടാണ് അജ്മൽ ബൈക്കുമായിട്ട് മുൻപിലേക്ക് പോകുന്നത്. എന്തായാലും യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. സുഹൈ, എന്തായാലും നെടുനീളൻ റോഡുകൾ ഏറെയുള്ള സ്ഥലമാണ് കൊച്ചി. അവിടെ ആ റോഡൊന്നും മതിയാവാട്ടാണ് യുവാവ് ഇപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ വാഹനം ഓടിച്ചിരിക്കുന്നത്. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഉടൻ പിടിവീഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.